മലപ്പുറം ജില്ലയില് നിലമ്പൂർ കോവിലകത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഭൂപരിഷ്കരണത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട 500 ഏക്കർ വനഭൂമി അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ഒരു ബ്രാഞ്ച് മലപ്പുറം ജില്ലയിൽ തുടങ്ങുന്നതിന് വേണ്ടി ഈ ഭൂമി കൈമാറാനുള്ള ശ്രമങ്ങളുമായി ഭരണകൂടം മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ത്യയുടെ വടക്ക് തീർത്ഥാടകർക്കൊന്നും മൂത്രമൊഴിക്കാൻ ഭൂമി കൊടുക്കില്ല, പരിസ്ഥിതി പ്രശ്നം പറഞ്ഞിട്ട്. അതേ അവസ്ഥയില് ഭൂമി പിച്ചി ഓരി വെച്ച് സോഷ്യലിസം നടത്തിയ കേരളത്തില് ആ സോഷ്യലിസത്തിന്റെ ഭാഗമായി നിലമ്പൂർ കോവിലകത്തിൽ നിന്ന് പിടിച്ചെടുത്ത വനഭൂമി, ആ വനഭൂമി 500 ഏക്കർ ഭൂമി അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ഒരു ക്യാമ്പസ് തുടങ്ങുന്നതിന് വേണ്ടി കൈമാറാനുള്ള ശ്രമങ്ങളുമായി ഭരണകൂടം മുന്നോട്ട് പോയി എന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ചോദിക്കുന്നു, എന്താണ് മതേതരത്വം? കേരളത്തിൽ ഏറ്റവും അധികം ഭൂമിയുള്ള സർവകലാശാല കോഴിക്കോട് സർവകലാശാലയാണ്. അതിനുപോലും ഉള്ളതിൽ കൂടുതൽ വനഭൂമി ഉള്ള ഭൂമി എന്തിന് വരാൻ പോകുന്ന അലിഗഡ് മുസ്ലിം സർവകലാശാലയ്ക്ക്? അപ്പൊ സ്വാഭാവികമായും ചോദ്യം ഉണ്ടാകാം, അതൊരു സർവകലാശാലയല്ലേ, പിള്ളേർക്ക് പഠിക്കാനുള്ളതല്ലേ, അതിനെ നമുക്ക് വർഗീയമായിട്ട് കാണാൻ പറ്റും? ഒരിക്കലുമില്ല. നമ്മളല്ല അതിനെ വർഗീയമായിട്ട് കണ്ടത്. ഒരു സർവകലാശാലയും വർഗീയമല്ല. നമുക്കറിയാം, നമ്മളല്ല വർഗീയമായി കണ്ടത്. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിച്ച സച്ചാർ കമ്മിറ്റിയാ പറഞ്ഞത് കേരളത്തിൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ബ്രാഞ്ച് വേണമെന്ന്. അപ്പൊ പൊതുവായ കുട്ടികളുടെ പുരോഗതിയല്ല, സച്ചാർ കമ്മിറ്റി പഠിച്ചത് മുസൽമാന്റെ പിന്നോക്കാവസ്ഥയാണ്. അതിന്റെ ഒരു നിർദ്ദേശമാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ബ്രാഞ്ച് കേരളത്തിൽ തുടങ്ങണമെന്നുള്ളത്. അവിടെ നമുക്ക് വർഗീയമായി ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അമർനാഥിലെ ഹിന്ദുവിന് 40 ഏക്കർ വനഭൂമി നൽകാൻ പാടില്ല. പക്ഷേ നിലമ്പൂർ കോവിലകത്തിന്റെ വനഭൂമി 500 ഏക്കർ ഇത്തരത്തിൽ കൈമാറാമെന്ന് പറയുമ്പോൾ ഭൂപരിഷ്കരണത്തെ പറ്റി ഇന്ന് സഖാക്കൾ തലങ്ങും വിലങ്ങും നിന്നുകൊണ്ട് വിപ്ലവ വായ്ത്താരികൾ അടിച്ചു പറത്തുമ്പോ ഞങ്ങൾ വീണ്ടും ചോദിക്കട്ടെ, എന്താ സോഷ്യലിസം, എന്താ മതേതരത്വം?